രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വീട്ടിൽ വിരുന്നുകാർ വരികയാണെങ്കിലും അവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. മുട്ടാപ്പമാണ്. മുട്ടാപ്പ എന്ന് പേരിൽ മുട്ടയുണ്ടെങ്കിലും ഇതിൽ മുട്ടയൊന്നുമില്ല, വെറും 2 ചേരുവ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന അതേ അളവുകളിൽ തന്നെ സാധനങ്ങൾ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മലബാർ സ്പെഷ്യൽ മുട്ടാപ്പം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ ഞാൻ 5 മണിക്കൂർ ഇതുപോലെ കുതിർത്ത് വെച്ച അരിയായിരുന്നു ഇത്. ഇതിനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഒന്ന് അരിപ്പയിലേക്ക് മാറ്റാം കേട്ടോ. ഇതിലെ വെള്ളം കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് ഇതിലെ വെള്ളം ഒന്ന് കംപ്ലീറ്റ് നമുക്ക് പോക്കി എടുത്തതിന് ശേഷമാണ് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഞാനിത് ഇതുപോലെ അരിപ്പയിൽ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. ഞാനിവിടെ വെള്ളച്ചോറാണ് എടുത്തേക്കുന്നത്. ചോറ് ഏതും എടുക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പാണ് കേട്ടോ ചോറ് എടുക്കേണ്ടത്. ഈ അളവ് തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളമാണ് നമ്മളിത് അരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് ഒരിക്കലും വെള്ളം കൂടാൻ പാടില്ല, എന്നാൽ കുറവ് ആവാനും പാടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് അരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ മാത്രം കൂടുതൽ ചേർത്ത് കൊടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് പരുവമായിട്ട് വരും. ആദ്യം അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതേ അളവ് തന്നെ മതിയാവും കേട്ടോ. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പം 1 ടീസ്പൂണാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിൽ കൂടുതൽ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മാവിൻ്റെ പരുവം കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് നോക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ സമയത്ത് നമ്മൾ നെയ്യപ്പത്തിനൊക്കെ മാവ് ഒഴിക്കുന്നുണ്ടല്ലോ, അതേ പരുവത്തിലാണ് കേട്ടോ ഇത് ഒഴിക്കേണ്ടത്. നമ്മൾ തവി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിച്ച് ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ചെരിച്ച് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഷേപ്പിൽ വരില്ല, അങ്ങനെ ചിന്നി ചിതറി വേറൊരു ഷേപ്പിലേക്കായി മാറുകയും ചെയ്യും. ഇത് ആദ്യം ഒന്ന് പൊങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും. പൊങ്ങിയതിന് ശേഷം നല്ല പോലെ വീർത്തിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. എന്നിട്ട് നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഒരിക്കലും ഓവറായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. കാരണം ഇതിൻ്റെ പുറം ഭാഗം ഒരുപാട് ക്രിസ്പി ആക്കി എടുക്കണ്ട. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളിത് വെന്തില്ല എന്ന് വിചാരിച്ച് ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കരുത് കേട്ടോ. നമുക്ക് ഏകദേശം ഈ വൈറ്റ് കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക, എന്നാൽ ഉള്ളൊക്കെ വെന്തിട്ടും ഉണ്ടാവും. ആ പരുവത്തിൽ തന്നെ നമുക്കിത് വേണം. ഇത് നല്ലപോലെ വീർത്ത് വന്നാൽ തന്നെ ഇത് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മുട്ടാപ്പ് നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുട്ടാപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മാവ് ഒഴിക്കാൻ എടുക്കുന്ന തവി ഉണ്ടല്ലോ, അത് പറ്റ ചെറുതും ആവരുത് കേട്ടോ. കുറച്ച് വലുതായാലാണ് നല്ല ഷേപ്പിലായിട്ട് നമുക്ക് ഈ ഒരു മുട്ടാപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് വെറും 2 ചേരുവ മാത്രം മിക്സിയിലിട്ട് കറക്കി എടുത്താൽ നമുക്ക് അടിപൊളി മുട്ടാപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് കുഴയ്ക്കാൻ പരത്തിയൊന്നും വേണ്ടല്ലോ, വളരെ ഈസി അല്ലേ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.